സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിടുകയാണെങ്കിൽ ഇവിടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയെ തിരഞ്ഞെടുത്ത് ഒരു മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ കൊടുക്കാറുണ്ട്. സോ നിങ്ങൾക്കും ഉള്ള ഒരു അവസരമാണ്, ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് ഉള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എല്ലാ ലിങ്കുകളും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പായാലും ടെലിഗ്രാമിൻ്റെ ലിങ്കുകളായാലും ചാനലായാലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാമോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. എന്നെയായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത്. പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് NSEയിലൊരു ശനിയാഴ്ച ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മുൻപ് ഒരു ദിവസം ഇതേപോലെ ഉണ്ടായിരുന്നു ഒരു ശനിയാഴ്ചയിൽ. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഡിസാസ്റ്റർ റിക്കവറി. ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് സെർവറൊക്കെ ക്രാഷ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ മറ്റൊരു സെർവർ വെച്ച് ഡിസാസ്റ്റർ റിക്കവറി സെർവർ വെച്ച് എങ്ങനെ നമ്മൾ ട്രേഡിങ് മറ്റുള്ള യൂസേഴ്സിന് നഷ്ടമില്ലാത്ത രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള പരീക്ഷണത്തിലാണ്. അതിൻ്റെ ഒരു ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടക്കുന്നത്. ശനിയാഴ്ച മാർച്ച് 2-ാം തീയതിയാണിത്. ഇതിനായിട്ട് NSEയുടെ ഒരു മെമ്മോ ഇറങ്ങിയിട്ടുണ്ട്. NSEയുടെ സർക്കുലർ റഫറൻസ് നമ്പർ 08/2024 എന്ന ഈ സർക്കുലർ പ്രകാരമാണ് ഇതിൻ്റെ ലൈവ് ട്രേഡിംഗ് സെഷൻ സാറ്റർഡേ മാർച്ച് 2-ാം തീയതി 2024 മാർച്ച് 2-ാം തീയതി ശനിയാഴ്ച ദെൻ DR സൈറ്റിലേക്ക് സ്വിച്ച് ഓവർ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ രീതിയിലാണ്. ഇത് സിംപ്ലി ഒരുപാട് വായിക്കാനുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ട് ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ലിങ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എന്താ പറയുക, ഇത് നോർമലി പറയുന്ന രീതിയിൽ ഇത് ഒരുപാട് വായിക്കാനുണ്ട്. എന്നാലും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയണം. 9:15 മുതൽ 10 മണി വരെ ട്രേഡിംഗ് ഉണ്ടാവും. അതേപോലെ 11:30 മുതൽ 12:30 വരെയും ട്രേഡിംഗ് ഉണ്ടാവും. മറ്റ് നോർമൽ ട്രേഡിംഗ് ഡേയിൽ നടക്കുന്ന മറ്റ് ആക്ടിവിറ്റീസൊക്കെ അന്നേ ദിവസം ഉണ്ടാകും എന്നാണ് ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നോക്കാം. അന്ന് റിയൽ ട്രേഡാണ്, പേപ്പർ ട്രേഡ് ആയിരിക്കില്ല. സോ കാശ് ലോസും പ്രോഫിറ്റൊക്കെ അന്നേ ദിവസം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ 1 മണിക്കൂറേ സമയമുള്ളൂ എന്നത് മാത്രമാണ്. മോർണിംഗ് സെഷനിൽ 1 മണിക്കൂർ, ആഫ്റ്റർനൂൺ സെഷനിൽ 1 മണിക്കൂർ. ഓൾറൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ശനിയാഴ്ച മാർച്ച് 2-ാം തീയതി, വെള്ളിയാഴ്ചയാണ് 1-ാം തീയതി, ശനിയാഴ്ച 2-ാം തീയതി. രണ്ടാമത് വിപ്രോയുടെ ഷെയർ പ്രൈസ് സ്ലിപ്പായിട്ടുണ്ട്. വിപ്രോയിൽ എന്താ പറയുക, വിപ്രോയുടെ കൊഡാക് സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, ഒരു സെക്യൂരിറ്റീസ് കമ്പനിയാണ്. അവർ വിപ്രോയുടെ സ്റ്റോക്ക് 15% വരെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു അനുമാനത്തിൽ എത്തിച്ചേർന്നതോടുകൂടി അതറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ വിപ്രോ വിൽക്കാൻ തുടങ്ങി. 2% ഇന്നിടിഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു ഇടിവ് നാളെയും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഏഷ്യൻ പെയിൻറ്റ്സ്, അത് ഭയങ്കര രസകരമായൊരു സംഭവമാണ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സ്റ്റോക്ക് 7%, 4 ദിവസം കൊണ്ടത് 7% താഴോട്ട് പോയി. ഇത് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നോക്കിയ സംഭവമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗ്രാസിം എന്നുള്ള കമ്പനി പെയിൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ പെയിൻറ്റ് പ്രൊഡക്ട്സ് അവർ ലോഞ്ച് ചെയ്ത് 2 ഫാക്ടറീസ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ന്യൂസ് ഞാൻ കഴിഞ്ഞ മിനിഞ്ഞാന്നത്തെ ദിവസങ്ങളിൽ വായിച്ചതാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു സംഭവം, ഗ്രാസിം എന്ന് പറഞ്ഞാൽ ആദിത്യ ബിർളയുടെ ഒരു കമ്പനിയാണ്. സോ അവർ സ്വാഭാവികമായിട്ടും പെയിൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിന് അത് ഏറ്റവും വലിയ കോമ്പറ്റേറ്റർ ആയിരിക്കും എന്ന് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കിയിട്ട് അവർ പതുക്കെ ഏഷ്യൻ പെയിൻറ്റ്സിൽ നിന്ന് മാറുകയാണ്. കാരണം ഏഷ്യൻ പെയിൻറ്റ്സ് ഇനി അധികം ഗ്രോത്ത് ഉണ്ടാവില്ല എന്നൊരു ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, എന്ത് കാരണം കൊണ്ടായാലും അവർ ഏഷ്യൻ പെയിൻറ്റ്സിനെ കൈയൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഗ്രാസിമിന് അതൊരു പോസിറ്റീവായ ന്യൂസ് തന്നെ ആയിരിക്കും. ദെൻ വോഡാഫോൺ ഐഡിയ 45,000 കോടി രൂപയുടെ ധനശേഖരണത്തിന് ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുതലാളിമാരൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്രയധികം കടത്തിലുള്ള ഒരു കമ്പനിയാണ് വോഡാഫോൺ ഐഡിയ. എന്തായാലും നോക്കാം ഇനിയെങ്കിലും അതൊന്ന് രക്ഷപ്പെടുമോ എന്നുള്ളത്. SJVN എന്ന കമ്പനി 100 മെഗാവാട്ടിൻ്റെ സോളാർ പ്രൊജക്റ്റ് ഗുജറാത്തിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും SJVN ഹോൾഡ് ചെയ്യുന്നവർക്ക് വളരെ, SJVN ഡയറക്റ്റ് അല്ല കേട്ടോ, ഇതിൽ ഇവരുടെ തന്നെ ഒരു റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനി, SJVN റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സബ്സിഡറി ഉണ്ട്. അവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് വരുന്നത് ഈ ഒരു കമ്പനിയുടെ കീഴിൽ തന്നെയാണ്.
ദെൻ അത്രയാണ് ഇന്നത്തേക്കുള്ള പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാം. US മാർക്കറ്റിൽ ഒരു സമ്മിശ്ര പതിവാണ്. ഡോ ജോൺസ് 186 പോയിന്റ് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടത്. നെസ്ഡാക്ക് 59 പോയിന്റ് ഗ്രീനാണ്. S&P 500 9 പോയിന്റ് ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് FTSE 49 പോയിന്റ് റെഡാണ്. CAC 9 പോയിന്റ് റെഡാണ്. അതേപോലെ DAX 18 പോയിന്റ് ഗ്രീനിലാണ്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 21,918 ട്രേഡിംഗ് നടക്കുന്നത്. 42 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിക്കി ആണെങ്കിൽ 31 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഹാങ്സങ് 253 പോയിന്റ് റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏഷ്യൻ മാർക്കറ്റിൽ നെഗറ്റീവാണ്, ബെയറിഷാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 15 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 313 പോയിന്റ് അഥവാ 1.41% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,214 നിന്നും 262 പോയിന്റ് നഷ്ടത്തിൽ 21,951 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ക്ലോസിംഗ് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിരിക്കുന്നത്. സോ നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 48 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. 2 സ്റ്റോക്കുകൾ മാത്രമാണ് പ്രോഫിറ്റിൽ അവസാനിച്ചിട്ടുള്ളത്. ദെൻ നിഫ്റ്റിയെ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട 4 സ്റ്റോക്കുകൾ നോക്കുകയാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഭാരതി എയർടെൽ, ഇൻഫി, TCS. വളരെ ചെറിയ പ്രോഫിറ്റ് മാർജിനിലാണ് ഇത് കാണുന്നത്. ഇതിനി പവർഫുള്ളായിട്ട് നിഫ്റ്റിയെ താഴോട്ട് വലിച്ചവരാരൊക്കെയാണെന്ന് നോക്കണം. പവർ ഗ്രിഡ്, ബജാജ് ഓട്ടോ, അപ്പോളോ ഹോസ്പിറ്റൽ, ഏഷ്യർ മോട്ടോഴ്സ്. ഈ 4 കമ്പനികളാണ് പ്രധാനമായിട്ട് നിഫ്റ്റിയെ താഴോട്ട് വലിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ആഴ്ച കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിഫ്റ്റി 152 പോയിന്റിൻ്റെ നഷ്ടമാണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഈ മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തിൽ നിഫ്റ്റിയിൽ ഡോജി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് തോന്നുന്നു. ഈ മാസം ഇതുവരെയായിട്ട് 171 പോയിന്റിൻ്റെ മാത്രം ഒരു പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. കാരണം മാസം അവസാനിക്കാൻ ഇനി ഒരു ദിവസമേ ഉള്ളൂ. ഇന്ന് 28, നാളെ 29, നാളത്തോട് തീരും. നാളെ ഇപ്പം ഒരു 300 പോയിന്റ് മൂവ് ചെയ്താൽ പോലും 400-500 പോയിന്റിൻ്റെ താഴെ തന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു ശുഭസൂചനയല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 16.33 ഇന്ന് അവസാനിച്ചത്. 3.81% ഒരു ഗ്രോത്ത് ഇന്ന് ഇന്ത്യ വിക്സ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഇനി CPR-നെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് വൈഡ് CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ അത്ഭുതങ്ങളൊന്നും നാളത്തേക്ക് CPR-നെ കുറിച്ച് പറയാനില്ല. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്ന് 46, അതായത് 677 പോയിന്റ് നഷ്ടത്തിൽ 45,963 അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്ന് ഓപ്പണായി 20,577 നിന്നും 236 പോയിന്റ് നഷ്ടത്തിൽ 20,340 അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്ന് ഓപ്പണായി 73,163 നിന്നും 857 പോയിന്റ് നഷ്ടത്തിൽ 72,305 അവസാനിച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്പ് ഇന്ന് ഓപ്പണായ 11,027 നിന്ന് 275 പോയിന്റ് നഷ്ടത്തിൽ 10,751 അവസാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ഇൻഡെക്സുകളും നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. ഒരു നല്ല രീതിയിലല്ല അതിൻ്റെ ഒരു പോക്ക് കാണുന്നത്. എന്തായാലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $79.14 ഇന്നത്തെ റേറ്റ്. അത് വർദ്ധിച്ചിട്ടുണ്ട്, $2 വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലത്തിൽ നിന്നും. ഗോൾഡ് റേറ്റും നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ $20,235 ഉണ്ടായത് $2,036 മാറിയിട്ടുണ്ട്. USD INR റേറ്റ് വീണ്ടും ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ലിപ്പായിട്ടുണ്ട്. ഇന്നലെ 82 രൂപ 89 പൈസ ഉണ്ടായിരുന്നത് 82 രൂപ 93 പൈസയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാർത്തയായിട്ടല്ല കാണുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 11,058 കോടിയുടെ ബൈങ്ങും 12,938 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,879 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 10,124 കോടിയുടെ ബൈങ്ങും 8,297 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,827 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. നല്ല കടുത്ത മത്സരമായിരുന്നു ഇരു കൂട്ടരും. എന്തായാലും ഫൈനൽ ഒരു എൻഡ് ഓഫ് ദ ഡേ നോക്കുകയാണെങ്കിൽ 51 കോടി രൂപയുടെ ലാഭമെടുപ്പ് നടത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ
ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഫെബ്രുവരി മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19,530 കോടിയുടെ ലാഭമെടുപ്പ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 25,609 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ടോട്ടൽ ഈ മാസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 6,078 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിദേശികളല്ല നിക്ഷേപിച്ചിരിക്കുന്നത്, നമ്മുടെ നാട്ടുകാർ തന്നെയാണ് വിദേശികൾ ഇവിടെ നിന്ന് പണം പിൻവലിച്ചിട്ട് ഓടുകയാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT 0.34%, അതേസമയത്ത് നിഫ്റ്റി മീഡിയ 3.46%ൻ്റെയും നഷ്ടമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ETF-കൾ എല്ലാം തന്നെ നെഗറ്റീവിലാണ്, ഒന്നും എടുത്തു പറയേണ്ടതില്ല. നിഫ്റ്റി ബാങ്ക് ബീസ് 1.38%ൻ്റെ ലോസാണ് ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആസ്റ്റർ DM ഇന്ന് 2.92%ൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 5.62%ൻ്റെ ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ആസ്റ്റർ DM, ലോറസ് ലാബ്സ്, ICICI പ്രൂലി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഭാരതി എയർടെൽ, ഇൻഫി, TCS, ICICI, HDFC ലൈഫ്, SBI ലൈഫ്, ബ്രിട്ടാനിയ, ഡോക്ടർ റെഡ്ഡി ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഹിന്ദ് പെട്രോ, പവർ ഗ്രിഡ്, ബജാജ് ഓട്ടോ, അപ്പോളോ ഹോസ്പിറ്റൽ, AU ബാങ്ക്, ഏഷ്യർ മോട്ടോഴ്സ്, ഇന്ത് ഹോട്ടൽ, IDFC ഫസ്റ്റ് ബാങ്ക്, REC ലിമിറ്റഡ്, ബാങ്ക് ബറോഡ, IEX ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തു. ഇന്ന് NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 291 സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് അഡ്വാൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത്. ബാക്കി 1896 സ്റ്റോക്കുകളും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR ക്ലിയർലി ബെയറിഷായി മാറിയിട്ടുണ്ട്. 1.67 ആണ് എന്ന് വന്നിരിക്കുന്ന PCR. 0.7ൻ്റെ താഴെയുള്ളതെല്ലാം തന്നെ 7.5ൻ്റെ താഴെയുള്ളതെല്ലാം തന്നെ ബെയറിഷാണ്. സോ ക്ലിയർലി അത് നമ്മളോട് പറയുന്നത് ബെയറിഷ് ആണ് എന്നാണ്. പക്ഷേ ഒരു ദിവസത്തെ ഡാറ്റ കൊണ്ട് നമുക്കത് പറയാൻ സാധിക്കില്ല. 1, 2, 3 ദിവസം ഗ്രീനിൽ അല്ലെങ്കിൽ റെഡിൽ ബെയറിഷ് മോഡിൽ വന്നാൽ മാർക്കറ്റ് ബെയറിഷായി എന്ന് പറയാം. 21,951 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 56 പോയിന്റ് താഴെയായിട്ട് 21,895 ഫ്യൂച്ചറിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബെയറിഷാണ്, ക്ലിയർലി ബെയറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ 22,200 1,83,00,000 കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 21,500 ഏകദേശം 700 പോയിന്റ് താഴെയായിട്ട് 1,05,00,000 പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ കടുത്ത മത്സരം 700 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പിൽ നാളെയാണ് എക്സ്പയറി. സോ അതും നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.62 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്, അതും ക്ലിയർലി ബെയറിഷാണ്. 45,963 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 186 പോയിന്റ് താഴെയായിട്ട് 45,777 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ക്ലിയർലി കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബെയറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ 47,066 കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം 45,000 32,00,000 പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് എടുക്കുന്ന 2 ലെവൽസ്. സോ 47,000 45,000 ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളൊന്നും തന്നെ ഇല്ല. റാഷി പെരിഫറൽസ്, K&R റെയിൽ എഞ്ചിനീയറിംഗ്, ഈ 2 കമ്പനികൾ, ഇത് പെന്നി സ്റ്റോക്കുകളാണ്. ഇത് 2 നാളത്തേക്കുള്ളത്. അതേസമയത്ത് ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നാളെ ഇന്ത്യയുടെ GDP ആണ് വരുന്നത്. സോ മാർക്കറ്റിൽ കാരണം മാസം അവസാനമാണ്, 29 നാളെ, മറ്റന്നാൾ 1-ാം തീയതിക്കുള്ള ഒരു നല്ലൊരു ന്യൂസ് ആയിരിക്കും ഇന്ത്യ GDP നാളത്തത്. ജപ്പാൻ BOJ കോർ CPI, UK നാഷൻ വൈഡ് HPI, ജർമ്മൻ റീറ്റെയിൽ സെയിൽസ്, ജർമ്മൻ അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, അതേപോലെ ജർമ്മൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഈ 2 ഇവൻറ്റുകൾ നാളെ വരുന്നുണ്ട്. അതേപോലെ ജർമ്മൻ CPI, ഇത്രയും ഇവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. അപ്പം ഇന്ത്യ GDP പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 28,578 രൂപയുടെ ഒരു പ്രോഫിറ്റ്, അതായത് 4.76% ഒരു പ്രോഫിറ്റാണ് ഇന്നെടുത്ത് 18 ട്രേഡിൽ നിന്നും 1:3.91 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഈ പ്രോഫിറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 7.4%ൻ്റെ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. ബാങ്ക് നിഫ്റ്റിയിൽ 5% പ്രോഫിറ്റ്, ഫിൻ നിഫ്റ്റിയിൽ 6.1%, നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 2.9%, സെൻസെക്സിൽ 3.8%, സ്റ്റോക്ക് ഓപ്ഷൻസിൽ 3%. ഇത്രയും എല്ലാം ഇന്ന് പോസിറ്റീവിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ട്രേഡുകൾ ലോസ് വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. എൻഡ് ഓഫ് ദ ഡേ ആ ഒരു ഇൻഡെക്സുകളെല്ലാം തന്നെ പ്രോഫിറ്റിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 31.85% പ്രോഫിറ്റ് 404 ട്രേഡിൽ നിന്നായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1:1.54 എന്നുള്ള റിസ്ക് റിവാർഡ്, നല്ല റിസ്ക് റിവാർഡാണ് കേട്ടോ. 1:1.5 കിട്ടുന്നത്
മന്ത്ലി ലെവൽസ് നോക്കാൻ നിഫ്റ്റി 19% പ്രോഫിറ്റിലാണ്, ബാങ്ക് നിഫ്റ്റി 45%, ഫിൻ നിഫ്റ്റി 27%, മിഡ് ക്യാപ്പ് 33%, സെൻസെക്സ് ഒരു പരുവത്തിൽ ഇന്ന് 6.7% എത്തിയിട്ടുണ്ട്. 10% മുകളിൽ പ്രോഫിറ്റ് കിട്ടിയാൽ ഇതിനെ പ്രോഫിറ്റ് ആയി എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസ് 57% പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ് ഈ മാസത്തെ ഇതുവരെയുള്ള പെർഫോമൻസ്. ഇനി നമുക്ക് റാസ് ലെവൽസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, റാസ് ലെവൽസ് ഒരു മാർക്കറ്റിൻ്റെ ഓവറോൾ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് ക്ലിയർലി ബെയറിഷ് എൻഗൾഫിംഗ് എന്നുള്ള ഒരു ഓപ്പോസിറ്റ് റിവേഴ്സ് ഫ്ലാഗാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് താഴോട്ട് ഒരു ഇതാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല, നാളെ എവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. നാളത്തെ ക്ലോസിംഗ് ഇന്നത്തെ ഡേ ലോയുടെ താഴെ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഫർദർ ഇവിടെ വരെ പോകും, അതായത് 21,600 ലെവൽ വരെയൊക്കെ പോകാം. പക്ഷേ നാളത്തോടുകൂടി നമ്മുടെ ഈ ലെവൽസ് അവസാനിക്കും, മറ്റന്നാൾ മുതൽ പുതിയ ലെവൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കില്ല ഉണ്ടാവുന്നത്, പുതിയ ലെവൽസ് ആയിരിക്കും ഉണ്ടാവും. അപ്പം ഇതിൻ്റെ CPR ഒക്കെ ഇവിടെയുള്ളിടത്ത് മാറി വേറൊരു സ്ഥലത്തോട്ട് പോകും. എന്തായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ്. ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. നിങ്ങളൊന്ന് ഈ ക്യാൻഡിൽസ്, ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇവിടെ ഏത് ദിവസമാണ്, ഫെബ്രുവരി 22 വന്നിരിക്കുന്ന ഒരു ലോ ഇവിടെ നിന്ന്, അതായത് ഈ ഒരു ക്യാൻഡിലിന് ഇവിടെ വരെ വരുമ്പോൾ ഒരു പക്ഷേ ഇവിടുന്ന് വീണ്ടും ഫർദർ സപ്പോർട്ട് കിട്ടി മുകളിലോട്ട് വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതായത് 21,875 ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 22-ാം തീയതി. സോ നാളെ മാർക്കറ്റ് ഈ ഒരു ലോവർ ലെവലിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ, അതായത് 22,875 താഴെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെയർ മൂവ്മെൻറ്റ് തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇവിടുന്ന് ഈ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. അതേപോലെ ഇനി സെൻസെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലിയർലി ബെയറിഷ് എൻഗൾഫിംഗ് ആണ്. ഇനി മിഡ് ക്യാപ്പ് ആണെങ്കിലും മിഡ് ക്യാപ്പ് ഓൾറെഡി ഫോള് കൺഫേം ആയിട്ടുണ്ട് ഇതിനകത്ത്, കാരണം കഴിഞ്ഞ മാസത്തെ ഹൈ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനൊരു വിരോധാഭാസം ഉണ്ടാകും, നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഇതേപോലെ മുകളിലോട്ട് പൊങ്ങി വരികയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ ഇത് CPR നോട്ട് സോണിലേക്ക്, മന്ത്ലി നോട്ട് സോണിലേക്ക് ഇറങ്ങിപ്പോകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നാളത്തെ ക്ലോസിംഗ് എവിടെ വരുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. ഇതിൻ്റെ താഴെയാണോ അല്ല പ്രീവിയസ് മന്തിൻ്റെ മുകളിലാണോ ക്ലോസിംഗ് എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. ദെൻ ഫിനാൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ, ഫിനാൻസ് സെക്ടറിൽ ബാങ്ക് നിഫ്റ്റി കുറേ ദിവസമായിട്ട് ബെയറിഷ് മൂവ്മെൻ്റ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്, ക്ലിയർലി താഴോട്ട് ഇറങ്ങി തന്നിട്ടുണ്ട്. പിന്നെ ഇനി നാളെ വന്നിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ഇവിടെ ഒരു ക്ലോസിങ് കിട്ടിയാൽ സൂപ്പറായി. ഇനി അതെല്ലാം മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. സോ അതിനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ബാങ്ക് നിഫ്റ്റി അതേപോലെ, ബാങ്ക് എക്സ് അതേപോലെ തന്നെയാണ്. ഫിൻ നിഫ്റ്റിയും ക്ലിയർലി ബെയറിഷ് ആയിട്ടുണ്ട്. സോ അതായത് നോ ട്രേഡ് സോണിൽ, ഇത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവും, നോ ട്രേഡ് സോണിൽ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തു തിരിച്ചിറങ്ങി വന്നു. അതായത് ബെയറിഷ് മോഡിലേക്ക് തന്നെ മാർക്കറ്റ് വന്നു എന്നുള്ളതാണ് സത്യം. ഇനി നാളത്തേക്കുള്ള ഒരു ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിടാം ആദ്യം. അതായത് നിഫ്റ്റിയുടെ ലെവൽസാണ് ഈ കാണുന്നത്. നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നമുക്ക് ആദ്യം റാസ് ലെവൽസ് എന്ത് പറയുന്നത് നോക്കാം, ട്രെൻഡ് ഡയറക്ഷനെ കുറിച്ചിട്ട്. ഇവിടെ പച്ച ലൈൻ കാണുന്നത് ഇന്ന് കഴിഞ്ഞു പോയ ഡേ ഹൈയും ഡേ ലോയും ആണ്. മഞ്ഞ വരാണെന്നത് നാളെ വരാൻ പോകുന്ന ഡേ ഹൈയും ലോയും ആണ്. സോ ക്ലിയർലി റാസ് ലെവൽസ് നമ്മളോട് പറയുന്നു, ആസ് പെർ പ്രിഡിക്ഷൻ നാളെ മാർക്കറ്റ് താഴോട്ട് പോകും. 21,750 767 ലെവൽ വരെയും ഇറങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. ഇനി CPRും നോട്ട് റേറ്റ് സോണും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതേ സിഗ്നൽ തന്നെയാണ്. നോട്ട് റേറ്റ് സോണിൽ നിന്നും തുടങ്ങി CPR താഴോട്ടാണ് പോയിരിക്കുന്നത്. സോ അതും പറയുന്നത് നാളെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് രണ്ടും ഒരേ ദിശയിലേക്കാണ് നമുക്ക് സൂചന തരുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി നാളെ ഇവിടെ നിന്ന് ഫർദർ താഴോട്ടേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നിഫ്റ്റിയുടെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയുടെ ഒരു മന്ത്ലി ലെവൽസ് നോക്കുകയാണെങ്കിൽ 21,710 ഇവിടെ ഒരു സപ്പോർട്ടുള്ളത്. ആ ഒരു സപ്പോർട്ട് വരെ ഇവിടെ ഇപ്പോൾ 767 ഇവിടെ സപ്പോർട്ട്, അതായത് ലോ വരും എന്ന് പറയുന്നു. മോസ്റ്റ് പ്രോബബ്ലി ഒരു പക്ഷേ ഇത് ഇവിടെ വന്ന് 710 വരെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് ഒന്നിൽ കൺസോൾട്ടേറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ തിരിച്ചൊരു റിക്കവറിക്ക് ശ്രമിച്ചേക്കാം. എന്തായാലും ഇതാണ് നാളത്തേക്കുള്ള ഒരു ചിത്രം. സോ CPR വൈഡാണ്, വലിയൊരു അത്ഭുതങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഡേ ലോനെ, അതായത് ഡേ ലോയിലാണ് മാർക്കറ്റ്, ഇന്നത്തെ ഡേ ലോയാണ്
മാർക്കറ്റ് ക്ലോസിങ് തന്നെയാണ് ഇന്നത്തെ ഡേ ലോ. അതുകൊണ്ട് തന്നെ അത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ് മോസ്റ്റ് പ്രോബബ്ലി അവിടെ ഒരു സാധ്യതയുള്ളത്. അതല്ലാതെ ഒന്നുകിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുന്നത് 21,700 ലെവലിൻ്റെ 760ൻ്റെയും 700ൻ്റെയും ഇടയിലേക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കെയർഫുള്ളായിട്ട് ഒരു റിക്കവറിക്കുള്ള സാധ്യത നോക്കണം. ചിലപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ 21,767 ടച്ച് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. വേറെ അതിനകത്ത് എന്താ പറയുക, സൈക്കോളജിക്കൽ ലെവൽസ് എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,950 ലെവലിലാണ്. സോ ആ ഒരു ക്ലോസിങ് എന്ന് തിരിച്ചൊരു ഗ്യാപ്പ് അത് തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഒരു സാധ്യതയും കൂടി ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അതായത് 22,000 നല്ലൊരു സൂപ്പർ സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ടിനെ പൊട്ടിച്ചിട്ടാണ് താഴെ ഇറങ്ങിയിട്ടുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തരുന്ന ഒരു പണിയായിരിക്കും ഇത്, റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന ഒരു പണിയായിരിക്കും. കാരണം 22ന് താഴെ മാർക്കറ്റ് ഇറങ്ങി എന്ന ഒരു കാരണം കൊണ്ട് ഇനി മാർക്കറ്റ് ബെയറിഷ് ആണ് എന്നൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തൊരു പണിയായിരിക്കും. അപ്പോൾ ഇന്ന് രാത്രി തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ ഒത്തിരി പേര് പുട്ട് സൈഡിലേക്ക് എൻട്രി എടുത്ത് വെച്ചിട്ടുണ്ടാവും. നാളെ ഇവിടെ ഒരു സാധ്യത ഞാൻ കാണുന്നത് ഒരു സെൻറ്റർ CPR ലെവലിൽ ഇത് അങ്ങോട്ട് ഓപ്പൺ ആവുക, അതായത് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ വന്നിട്ട് നേരെ 22,000 മുകളിലോട്ട് നല്ലൊരു റിക്കവറി കൊടുക്കുക എന്ന ഒരു സാധ്യത. അതൊരു ഇന്നത്തെ മാർക്കറ്റ് ഒരു ട്രാപ്പ് ആയിരുന്നെങ്കിൽ നാളെ ഇങ്ങനെയാണ് മൂവ്മെൻറ്റ് വരിക. അപ്പോൾ രണ്ട് സാധ്യതകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ നമ്മൾ നാളത്തെ ഡേ ലോ ടച്ച് ചെയ്തിട്ട്, അതായത് 22,767 താഴെ വരെ പോയിട്ട് തിരിച്ച് കയറി വരുന്നൊരവസ്ഥ. അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടാക്കി വെച്ച കെണി നാളെ തുറക്കുന്നൊരു ദിവസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 22,000 മുകളിൽ ഓപ്പൺ ആവും. പിന്നെ മാർക്കറ്റ് ഒരു ഫർദർ അപ്പ് മൂവ്മെൻറ്റ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയും നാളെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രിഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോനേക്കാൾ താഴെയായിരിക്കും നാളത്തെ ഡേ ലോ എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ ഇന്നത്തെ അത്രയും മൂവ്മെൻറ്റ് ഉണ്ടാവില്ല നാളെ എന്നാണ് റാസൽ വെൽസ് പറയുന്നത്. ഇനി CPRഉം നോട്ട് റേറ്റ് സോണും കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി അത് താഴോട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 45,910 ആ ലെവലിലാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 46,000 എന്ന ഒരു സൂപ്പർ സപ്പോർട്ടിനെ പൊട്ടിച്ച് താഴെ നിർത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത് ട്രാപ്പാണെങ്കിൽ ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് വരും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ നോട്ട് റേറ്റ് സോണിൻ്റെ മുകളിൽ വരുന്നത് വരെയും അവിടെ ഏത് സമയത്തും മാർക്കറ്റ് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. സോ ഇൻ കേസ് നിങ്ങളൊരു കോൾ സൈഡിലേക്ക് മുകളിലോട്ടുള്ള ഒരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ 40, അതായത് നാളത്തെ ഡേ ഹൈ വരും എന്ന് പറഞ്ഞിരിക്കുന്ന 46 ഒരു ഈ ടോപ്പ് നോട്ട് റേറ്റ് സോണിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ നിങ്ങൾ കോൾ സൈഡിലേക്ക് എൻട്രി എടുക്കാൻ പാടുള്ളൂ. പറ്റുന്നതും ഈ ഒരു CPR ലെവലിൽ ഇതിനെ ഒഴിവാക്കി വിട്ടേക്ക്. ആ ലെവലിൽ ട്രേഡ് എടുക്കാതെ, ഇത് ട്രാപ്പായിരിക്കും. ഇവിടെ സ്റ്റോപ്പടിച്ച് കാശ് പോകാനേ സമയം ഉണ്ടാവുള്ളൂ. ഇനി പുട്ട് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് നമ്മളിപ്പോൾ പ്രതീക്ഷ പോലെ ഗ്യാപ്പ് ഓപ്പണിംഗ് ഒന്നും വന്നില്ല എങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ 45,500 ലെവൽ നിങ്ങൾക്ക് ടാർഗറ്റായി പ്രതീക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇൻ കേസ് അതല്ല ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റ് തരുന്നതെങ്കിൽ 45,500 പോയി സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് നോട്ട് റേറ്റ് സോൺ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത. കാരണം മന്ത് എൻഡാണ്, മന്ത്ലി എക്സ്പയറി ആണ്. എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളത് ഓരോ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെയും നഷ്ടത്തിൻ്റെ കണക്കിനനുസരിച്ച് അവർ പല രീതിയിൽ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ. സോ അത് കെയർഫുള്ളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക ലൈവ് മാർക്കറ്റിൽ തന്നെ. കാരണം ഈ പറഞ്ഞതുപോലെ ഒന്നും ആയിരിക്കില്ല ലൈവ് മാർക്കറ്റിലെ ഡ്രൈവിംഗ് പഠിച്ച് പോയിട്ട് ടെസ്റ്റിന് പോകുമ്പം ചിലപ്പോൾ അവിടെയുള്ള ഇൻസ്പെക്ടർ പറയുന്ന വേറെ ഏതെങ്കിലും രീതിയിൽ വണ്ടി എടുക്കാനായിരിക്കും. അപ്പോൾ ആ സമയത്ത് ആ രീതിയിൽ വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ലൈവ് മാർക്കറ്റിൽ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ട്രേഡുകൾ ചെയ്യുക. ഇനി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള ഒരു മറുപടി പറയാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ 27-ാം തീയതി വീഡിയോ കണ്ടിരിക്കുന്നത് 798 പേരാണ്. 8,970 പേരാണ് ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഞാൻ എല്ലാ വീഡിയോസിനും ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക ട്രേഡേഴ്സ് അനീരയുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളതും പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക്, ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അതേപോലെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എന്താ പറയുക ഒരു മാസത്തെ വിജയെ അല്ലെങ്കിൽ ഓരോ 100 പേരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഫോമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ഉപയോഗപ്പെടുത്തുക. ദെൻ 35 കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. രജിത് ചന്ദ്രൻ പറഞ്ഞു വെരി ഇൻഫോർമേറ്റീവ്
as always, could you please explain how to extend the RAS levels? Okay, brother. Sure, I'll do that. RAS levels extend ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ്? ബാങ്ക് നിഫ്റ്റിയുടെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, ഇവിടെ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ ഗ്രേ ലൈൻസ് ഉണ്ട്, അതായത് റാസ് ലെവൽസിൻ്റെ ലെവൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിനകത്ത് ഇപ്പോൾ 21,950 ഒരു ലെവലുള്ളത്. താഴെയുള്ള ലെവൽ 21,890 60 പോയിൻ്റാണ് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് അല്ലേ. അപ്പോൾ 890 മൈനസ് 60 എന്ന് പറഞ്ഞാൽ 830. അപ്പോൾ 830 ഇവിടെ വരിക, ഒരു ലൈൻ എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് 21,830 എന്നടിച്ചിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ റാസ് ലെവൽ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓൾറൈറ്റ്. അതേപോലെ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗ്യാപ്പ് കിട്ടിയത് 60 പോയിൻ്റാണ്. അപ്പോൾ മുകളിലോട്ടാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടതെങ്കിൽ 265 ഇവിടുത്തെ ലെവൽ വന്നിരിക്കുന്നത്. 265 നിന്നും 60 പോയിന്റ്, അപ്പം 325. ഇവിടെ വന്നിട്ട് 325 എന്നടിച്ചിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവിടുന്ന് വീണ്ടും 60 കൂട്ടിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോകാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. Then Ajesh Kumar, thank you very much. Yusuf Kavil, thank you very much. Vijay Kumar Tetikatil, thank you very much. Rasina Mujib, thank you. Abdul Rakik, thank you very much. Sajid Tampuru, thank you very much. Lijil KS, thanks a lot. Trading Days, very good, thank you very much. Radish Padiur, എൻ്റെ കയ്യിൽ 2 മാസമായി ഐബുൾ ഹൗസിങ്ങിൻ്റെ 500 ഷെയർ ഉണ്ട്. 2 ആഴ്ച മുമ്പ് അഡീഷണൽ ഷെയർ എൻ്റെ പോർട്ട്ഫോളിയോയിൽ വന്നു. കഴിഞ്ഞ ആഴ്ച തൊട്ട് അത് കാണുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല. ആ ഷെയർ കമ്പനി അഡീഷണലായി 500ൻ്റെ കൂടെ കൂട്ടി ചേർക്കുമോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒന്നുകിൽ ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ഷെയർ സ്പ്ലിറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നോർമലി ബോണസ് ഇഷ്യൂ ആണെങ്കിൽ ഒരു 21 ഡേയ്സ് കൊണ്ട് നമ്മുടെ ആദ്യം നമുക്കൊരു മെയിൽ വരും. പിന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഇതായിട്ട് കാണിക്കും. അത് BE എന്ന രീതിയിലാണ് അത് കാണിക്കുക. അത് സെല്ല് ചെയ്യാനോ ഒന്നും പറ്റില്ല. അവിടെ ജസ്റ്റ് ഒരു എൻട്രി ആയിട്ട് കാണിക്കും, വേറെ ഒന്നും കാണിക്കില്ല. അവിടുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, സെല്ല് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കാണിക്കും. പിറ്റേന്ന് മുതൽ നമ്മുടെ ക്വാണ്ടിറ്റിയുടെ കൂടെ അത് ആഡ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിരിക്കും ഇതിലുണ്ടാവുക. പക്ഷേ അത് എന്തുകൊണ്ട് ഡിസപ്പിയർ ആയി എന്നുള്ളത് നോക്കണം. ഇനി മറ്റൊരു സംഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, അതായത് റൈറ്റ്സ് ഇഷ്യൂ എന്നൊരു സംഭവം. ഞാൻ ഈ സ്റ്റോക്ക് ഞാൻ ഫോളോ ചെയ്യാത്തതാണ്, അതുകൊണ്ട് തന്നെ ഞാനത് നോക്കിയിട്ടില്ല കൃത്യമായിട്ട്. ഞാനൊന്ന് നോക്കിയിട്ട് ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസിന് February 1 റൈറ്റ്സ് ഇഷ്യൂ ആണ് വന്നത്. ബ്രദർ, നിങ്ങളത് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം മിസ്സായിട്ടുണ്ട്. അത് എന്താണ് സംഭവം? റൈറ്റ്സ് ഇഷ്യൂ എന്ന ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അവർ റൈറ്റ്സ് ഇഷ്യൂ തരുന്നത്, അവർക്ക് ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർ നിങ്ങൾക്കൊരു അവകാശപത്രമാണ് തരുന്നത്. അവകാശപത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ കൂടുതൽ സ്റ്റോക്കുകൾ വാങ്ങിച്ചെടുക്കാം. എനിക്ക് തോന്നുന്നു 150 രൂപ റേറ്റിൽ എത്രയോ സ്റ്റോക്കുകൾ വാങ്ങാനാണ് ഉള്ള ഒരു റൈറ്റ്സ് ആണ് നിങ്ങൾക്ക് തന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് അറിയാത്തതുകൊണ്ട് നിങ്ങളത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശപത്രം എന്ന് തന്നെ പറയാം. റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അവകാശപത്രം നമുക്ക് തരുന്നതാണ്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ തന്നെ അതിനേക്കാൾ നല്ല പോലെ കുറഞ്ഞ വിലയിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ആ റേഷ്യോ എത്ര എണ്ണമാണോ അത് അവർ പറയും. അത്രയും എണ്ണം നമുക്ക് വാങ്ങിച്ചെടുക്കാം ആ റൈറ്റ്സ് ഇഷ്യൂ ക്ലെയിം ചെയ്തിട്ട്. അപ്പോൾ ആ റൈറ്റ്സ് അവകാശപത്രത്തിന് ഒരു വിലയുണ്ടാവും. അതേപോലെ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ചിലപ്പോൾ 2 മാസം 1 മാസമൊക്കെ അവർ ഡേറ്റ് തരും. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അത് ക്ലെയിം ചെയ്തിട്ട് ആ കുറഞ്ഞ വിലയിൽ റൈറ്റ്സ് ഈ അവകാശപത്രം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ആ സ്റ്റോക്കുകൾ വാങ്ങിച്ചെടുക്കാം. അതിന് കാശ് കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഈ അവകാശപത്രം നിങ്ങൾ ആ സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ അവകാശപത്രം നിങ്ങൾക്ക് മറച്ചു വയ്ക്കാം. അതിന് ചെറിയൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിന് ലൈവ് മാർക്കറ്റിൽ തന്നെ സെല്ല് ചെയ്യാം. എക്സ്പയറിക്ക് മുമ്പായിട്ട് അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് കിട്ടും. ഇനി എക്സ്പയറി വരെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് വെറുതെ ക്യാൻസലായിട്ട് അങ്ങ് പോകും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കേസിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ എത്ര ഷെയറുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഒരു അവകാശപത്രം തന്നിരുന്നു. പക്ഷെ അത് നിങ്ങൾ ഒന്നും ചെയ്തില്ല. അത് മറിച്ച് വിറ്റുമില്ല, അത് നിങ്ങൾ ക്ലെയിം ചെയ്തുമില്ല. രണ്ടും ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയപ്പോൾ അത് എക്സ്പയർ ആയി പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ഇനി ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഈ ചാനലിൽ തന്നെ ഓഹരി വിപണി അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കാമെന്നോ അങ്ങനെ എന്തോ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ കോർപ്പറേറ്റ് ആക്ഷൻസ് എന്നുള്ള പേരിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ സംഭവം എന്താണ് എന്ന് മനസ്സിലാകും. ഇനി ട്രേഡിംഗ് ഡേയ്സ്, നിഫ്റ്റി ബാങ്ക് ഫിൻനിഫ്റ്റി ഡാറ്റ കറക്റ്റ് ആണോ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുമോ? തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിക്കാം. അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാം.
സ്റ്റോക്ക് ഓപ്ഷൻസ് എന്താണ്? ഇതാരും പറഞ്ഞ രാഹുൽ റിറ്റ്സ്. ബ്രദർ, സ്റ്റോക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ, അതിൻ്റെ ഫ്യൂച്ചർ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇൻഡെക്സ് ഓപ്ഷൻ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് സ്റ്റോക്ക് ഓപ്ഷൻസ്. സ്റ്റോക്കും ഈ ചാനലിൽ തന്നെ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്ന രീതിയിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലൂടെ പോവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അതിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വാട്സപ്പിൽ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചാൽ ഞാൻ കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഞാനിവിടെ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നത്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാണ്, പക്ഷേ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ലെങ്ത്ത്. ബാവ BK, hi, thank you very much Baba. Denny M, I will try my level best to promote your valuable channel. Thank you very much brother, really first time ആണ് ഇങ്ങനെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള, വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് റിപ്ലൈ കമൻ്റ് ആയിട്ട് കിട്ടുന്നത്. താങ്ക് യു വെരി മച്ച്. എന്തായാലും നിങ്ങളുടെ എഫേർട്ടിനുള്ള റിസൾട്ട് കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫിറോസ് ഭായ് പറഞ്ഞു തേഴ്സ്ഡേ ആണ് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി. ഞാൻ ഇന്നലെ വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ബൾബ് കത്തിയത്. നാളെ, അതായത് ബുധനാഴ്ച അല്ലല്ലോ വ്യാഴാഴ്ച. പിന്നെ ആ സമയത്ത് തന്നെ ഞാനത് തിരുത്തി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നൗഷാദ് പുതിയ പറമ്പൻ, ബാങ്ക് നിഫ്റ്റി ഫോൾ 300 points ചാൻസ്. എന്തായാലും ബാങ്ക് നിഫ്റ്റി ഇന്ന് ഫോൾ ഉണ്ടായിട്ടുണ്ട്. നൗഷാദ് വീണ്ടും അടുത്ത കമൻറ്റ്, ടുമാറോ ബിഗ് ഫോൾ 100%. ഇന്ന് ബിഗ് ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഷാജൻ P, താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചാനലിന് പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾ, ഇപ്പോൾ ഇവിടെ റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ ഒരു ബ്രദർ സുഹൃത്ത് ചോദിച്ചതുപോലെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതിന് മറുപടി പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അതിലൂടെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.